മെയ് 23 തിയേറ്ററോടെ റിലീസായ ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമാണ് ഭൂൽ ചുക് മാഫ്. രാജ്കുമാർ റാവു, വാമിക എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇത് മാഡ് ഡോഗ് ഫിലിംസിൻ്റെ അണ്ടറിൽ വരുന്നൊരു സിനിമയാണ്. അണ്ടറിൽ മീൻസ് യൂണിവേഴ്സ് അല്ല. മാഡ് ഡോഗ് ഫിലിംസ് അറിയാം, ഏറ്റവും കൂടുതൽ ഈ സയൻസ് ഫിക്ഷന് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ അവർ സെലക്ട് ചെയ്യാറ്, അവരുടെ സിനിമയുടെ കണ്ടൻറ് ആക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വെറൈറ്റി കണ്ടൻറ്റുമായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് ഒരു ടൈം ലൂപ്പിനെ പറ്റിയാണ്. ഒരു മെയിൻ ക്യാരക്ടർ ഒരു ടൈം ലൂപ്പിൽ പെടുന്നതും തുടർന്ന് പുള്ളിയുടെ കല്യാണമാണ് 30-ാം തീയതി. പക്ഷേ 29-ാം തീയതി ഹൽദി ഡേയിൽ തന്നെ പുള്ളി സ്റ്റക്കായി പോവുകയും ഏതാണ്ട് ഒരു മാസത്തോളം അദ്ദേഹം ആ ഒരു ടൈം സർക്കിളിൽ തന്നെ കിടന്ന് കറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ പുള്ളി എന്താണ് ചെയ്യുന്നത്, പുള്ളി എന്താണ് സംഭവിച്ചത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു രസകരമായിട്ടുള്ളൊരു ഫൺ ഫാക്ടറായിട്ടുള്ളൊരു കണ്ടൻറ്റൊക്കെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു അഭിപ്രായമാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ഭൂൽ ചുക് മാഫ്. കരൺ ശർമ്മയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. രാജ്കുമാർ റാവു, വാമിക എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ടൈം ലൂപ്പിനെ പറ്റിയാണെന്നുള്ള ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അപ്പം സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറേ ഉള്ളൂ സിനിമ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് ഈ ടൈം ലൂപ്പ്, ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടത്തിൻ്റെ പേര് തന്നെയാണ് സിനിമ കാണാൻ പോയത്. ബട്ട് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഒരു മട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം വളരെ പെട്ടെന്ന് കഥ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൂടുതൽ കണ്ടൻറ്റുകളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ പിടിച്ച് എന്നാൽ അതിനെ 2.5 മണിക്കൂർ തിയേറ്ററിൽ കാണിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്തൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഒരു ഇൻട്രോൾ പോർഷൻ വരെയൊക്കെ നല്ല എൻജോയ്മെൻറ്റിൽ കുറേ തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള, രാജ്കുമാർ റാവുവിനെ പറ്റി അറിയാമല്ലോ, പുള്ളിയുടെ ടൈമിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ നിറച്ച് ഒരു ഹിന്ദി പടം കാണുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ, പാട്ട്, ഡാൻസ്, അതിൻ്റെ ഒരു കളർഫുള്ള്, ഒരു ഗ്രാമം, അതിൻ്റെ കോമഡി കാര്യങ്ങൾ, ഇതെല്ലാം നിറച്ചിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫും കാര്യങ്ങളൊക്കെ പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ഇതൊരു ടൈം ലൂപ്പാണ്, എന്നാലും ടൈം ലൂപ്പ് ഒരു പരിധിയിൽ കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കാണിക്കുന്നതിനെക്കാട്ടിലും അതിൻ്റെ ഒരു എൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ക്ലൈമാക്സിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാമായിരുന്നു എന്ന് തോന്നി. കാരണം അത്രയും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇത്രയും വലിച്ചു നീട്ടാതെ തന്നെ കാര്യം മനസ്സിലാകുന്ന പ്രേക്ഷകരാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം നമുക്ക് തോന്നിയില്ല. സോ എനിക്കൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജും ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ എനിക്ക് തന്നുള്ളൂ. ഓഫ് കോഴ്സ് അറിയാമല്ലോ, മാഡ് ഡോഗിൻ്റെ ഫിലിംസിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഗംഭീര പാട്ടുകളായിരിക്കും. ഇവിടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, സ്കോർ ചെയ്തിരിക്കുന്ന കേതൻ സോധ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറും, അതുപോലെ തന്നെ സോങ്സ് ചെയ്തിരിക്കുന്നത് തനിഷ് ബാഗ്ചി എന്ന് പറയുന്നത് ആരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പാട്ടുകളൊക്കെ ഒരു വൺ ടൈം ഒരു തവണ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചത്. ക്യാമറ വൈസ് ആണെങ്കിലും കളർഫുൾ വൈസ് ആണെങ്കിലും അവരത് ഹിന്ദി പടത്തിൻ്റെ ഒരു ഗുമ്മും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതലൊന്നും പറയാൻ പറ്റാതെ ഇതിലൊരു ഹിന്ദു മിത്തോളജിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുന്നത്. അതൊക്കെ എവിടെയെങ്കിലും വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോഴ്സ്ഫുള്ളി അവർ പറയുന്നില്ലെങ്കിലും അതങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കി. എന്നാൽ അതിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയോ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. എന്നാലും നമുക്കിതൊരു ടൈം ലൂപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണേൽ അനുമാനിക്കാം. ഇതിനൊരു ആവറേജ് അല്ലെങ്കിൽ ആ ഒരു മട്ടിലേക്കെങ്കിലും എന്നെ കൊണ്ട് എത്തിച്ചത് ഇതിൻ്റെ ക്ലൈമാക്സിലെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെയാണ്. അത് നല്ല റെലവൻ്റ് ആയിട്ടും അല്ലെങ്കിൽ അതൊരു നല്ലൊരു മെസ്സേജ് ആയിട്ടും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയുടെ റിവ്യൂ തന്നെ പറയാൻ കാരണം. സോ ആ സിനിമ എപ്പോഴെങ്കിലും OTT ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. OTT ഇറങ്ങുന്ന സമയത്താണെങ്കിലും കണ്ടു നോക്കുക. ഒരു നേരം പോക്കിന് പറ്റിയൊരു സിനിമയാണ്, ഒരു എൻ്റർടൈനർ സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിനിമകൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. കാരണം സിനിമ തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ലൂപ്പിലേക്ക് കിടക്കും. പിന്നീടുള്ള 1.5 മണിക്കൂർ സമയം ഫുൾ കണ്ട സീൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പോകുന്നൊരു കാര്യമാണ്. സോ അത് ആലോചിച്ചിട്ട് മാത്രം തിയേറ്ററിലേക്ക് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.